എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. തുലാക്കൂറ് ചിത്തിരയുടെ അവസാനത്തെ 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദവും ചേർന്നാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർ പൊതുവെ ഞങ്ങൾ പറയുന്നു ഇവർ കച്ചവടക്കാരാണ്. ഏത് കച്ചവടത്തിലും വളരെയധികം മികവ് ഇവർക്കുണ്ടാകും. ഇവർ ധാരാളം സഞ്ചരിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ വളരെയധികം ഉയർച്ച താഴ്ചകൾ എപ്പോഴും നേരിടുന്നവരാണെങ്കിലും വീണ്ടും വീണ്ടും ഏത് തകർച്ചയിൽ നിന്നും സ്വയം ഉയർന്നു വരാനുള്ള കഴിവുണ്ടാവുകയും തന്റെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുകയും ആ സ്വജനങ്ങൾ തന്നെ തങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം തുലാക്കൂറുകാർക്ക് എപ്പോഴും ഉണ്ടാവും. ഇവർ മിക്കവർക്കും 2 പേര് കാണാറുണ്ട്. 2ാമത്തെ പേരിൽ അറിയപ്പെടുന്നവരായി തീരും എന്നും കാണുന്നു. ധാരാളം ദേശങ്ങളിൽ സഞ്ചരിക്കുക, ധാരാളം വ്യാപാരങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ തുലാക്കൂറുകാരുടെ ഒരു സ്വഭാവമാണ്. ധാരാളം സുഹൃത്തുക്കൾ എവിടെയും ഉണ്ടായിത്തീരും, എങ്കിലും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് കുറവായിരിക്കും. തുലാക്കൂറുകാർക്ക് 2026 പൊതുവെ നല്ല ഫലങ്ങളെ തരുന്നതാണ്. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ പുതുജീവൻ നൽകി ആ സംരംഭങ്ങളിലേക്ക് പുതിയ തുടക്കമുണ്ടാവുകയും ധനലാഭം ഉണ്ടാവുകയും തടസ്സപ്പെട്ട് കിടന്ന ധനങ്ങൾ തൻ്റെ കൈകളിലേക്ക് വന്നു ചേരുകയും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ നന്നായി തീരുകയും വിദ്യാർത്ഥികൾക്ക് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ അവസരം ഉണ്ടായിത്തീരുകയും വൃദ്ധജനങ്ങൾക്ക് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പ്രത്യേകിച്ചും അരക്കെട്ടിന് താഴെ രോഗങ്ങൾ ധാരാളം ഉണ്ടായിത്തീരുക, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിത്തീരുക, ഇതെല്ലാം വൃദ്ധജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണെന്നും പൊതുവെ തുലാക്കൂറുകാർക്ക് പുതിയ വാഹനം, പുതിയ ഗൃഹപ്രവേശം ഇതെല്ലാം ഉണ്ടായിത്തീരാനുള്ള സാധ്യതയും 2026 കാണുന്നു. പൊതുവെ 2026 തുലാക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലത്തെ നൽകുന്നു. ദോഷങ്ങൾ തീരുന്നതിനായി ശിവക്ഷേത്ര ദർശനവും ശിവന് അഭിഷേകം, ധാര മുതലായത് നടത്തുകയും തങ്ങളുടെ തന്നെ കുലദേവതയെ പൂജിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ കൂടുതലാവാൻ സഹായിക്കുന്നു.